എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ സ്പെൻഡ് ചെയ്യുക ടി വിയിലായിരിക്കും. ജർമ്മനിയിൽ ഞാൻ എത്തിയ ഉടനെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ആൾക്കാർ പുസ്തകങ്ങൾ വായിക്കണ കാണായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് കൂടുതൽ ആൾക്കാർ ഫോണിൽ തന്നെ കേട്ടോ. എന്നാലും പല പാരൻസും ചെറിയ കുട്ടികളെ ലൈബ്രറീസിൽ കൊണ്ടുപോകുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. സോ ഇന്ന് ബെർലിനിലെ ദി അമേരിക്ക ഗെഡെങ് ബിബ്ലിയോതെക് അല്ലെങ്കിൽ അമേരിക്ക മെമ്മോറിയൽ ലൈബ്രറിയിലേക്കാണ് ഇന്ന് പോണത്. ഇംഗ്ലീഷും ജർമ്മനും ഫ്രഞ്ചും ലാറ്റിനും അറബിക്കും അങ്ങനെ എല്ലാ ഭാഷയിലെയും പുസ്തകങ്ങളോട് ഞാൻ കണ്ടു. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പേസസ് ഉണ്ട്, ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുത്ത് ഇരുന്ന് വായിക്കാം. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ടോയ്ലറ്റ്സും അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ CDs ഒക്കെ ഉണ്ട് ഇവിടെ. ഈ വായനശാല മുഴുവൻ കുഞ്ഞു കുട്ടികൾക്കുള്ള പുസ്തകങ്ങളല്ല കേട്ടോ, വേറെയും കുറേ സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഒരു സെക്ഷൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സൺഡേ ആഫ്റ്റർനൂൺ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല തിരക്കായിരുന്നു. എല്ലാവരും ബാസ്ക്കറ്റ് നിറയെ പുസ്തകങ്ങൾ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണുണ്ടായിരുന്നു. പുറത്താണെങ്കിൽ ഒരു കഫേ ഉണ്ട്, ആവശ്യത്തിന് പോയിട്ട് ഭക്ഷണവും കഴിക്കാൻ പറ്റും. ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന പുസ്തകങ്ങൾ മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. 5 പുസ്തകങ്ങളാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഒരു സെക്കൻഡ് ഹാൻഡ് പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വാങ്ങിച്ച ഈ പുസ്തകങ്ങളിൽ ടോപ്പിൽ നിൽക്കുന്നത് ഇതാണ്. അപ്പം ശരി, അത്രയുള്ള പുസ്തക വിശേഷങ്ങൾ പിന്നെ കാണാം കേട്ടോ.